സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്ന് 2023 ഓഗസ്റ്റ് 25 വെള്ളിയാഴ്ച, ഒരു വാരാന്ത്യമാണ്. അതുപോലെ മന്ത്ലി എക്സ്പയറിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. ഇന്ന് യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും കംപ്ലീറ്റ്ലി ബുള്ളിഷ് മോഡലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻട്രാഡേയിലാണ് ഞാൻ പറയുന്നത്. കംപ്ലീറ്റ്ലി 6 ഇൻഡെക്സുകളും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 19 പോയിന്റ് ഗ്രീനിലാണ്, അതായത് ഒരു ബുള്ളിഷ് മോഡലിൽ തന്നെയാണ് ഇൻട്രാഡേയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നിക്കി 662 പോയിന്റ് റെഡിലാണ്. അങ്ങനെ കുറേ ഇൻഡെക്സുകൾ റെഡിലാണ്, കുറേ എണ്ണം ഗ്രീനിലുമാണ്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇന്ന് 80.01 വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തിൻ്റെ ഹൈ ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതുവരെ 79, 60, 77, 62, 78, 96 ഉണ്ടായത് ഇന്ന് 80 ആയിട്ടുണ്ട്. അതുപോലെ ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തേക്കാളും താഴെയാണ് ഇന്ന് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. $1914.2 ഗോൾഡ് റേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി USD INR നോക്കുകയാണെങ്കിൽ ഇന്നലത്തേക്കാൾ കൂടുതൽ, അതായത് എക്സ്ചേഞ്ച് റേറ്റ് സ്ലിപ്പായി പോയിട്ടുണ്ട്. ഇന്നലെ 82.58 ഉണ്ടായത് 82.65 വർദ്ധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ഇന്ന് 89 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 110 പോയിന്റ്, അഥവാ 0.57% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,297 നിന്ന് 32 പോയിന്റ് നഷ്ടത്തിൽ 19,265 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 252 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 373 പോയിന്റിന്റെ, അഥവാ 0.57% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 65,000 നിന്ന് 114 പോയിന്റ് താഴെയായിട്ട്, അല്ലെങ്കിൽ നഷ്ടത്തിൽ 64,886 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വോളാറ്റിലിറ്റി ഇൻഡെക്സ് 3.25% വർദ്ധിച്ച് 12.08 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഈ സെക്ടറുകളും കൂടി നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് 220 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഇൻട്രാഡേയിൽ 375 പോയിന്റ്, അഥവാ 0.85% മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 44,276 നിന്ന് 45 പോയിന്റ് നഷ്ടത്തിൽ 44,231 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്ന് 84 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 163 പോയിന്റിന്റെ, അഥവാ 0.83% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,633 നിന്ന് 18 പോയിന്റ് ലാഭത്തിൽ 19,651 ഇന്ന് ഫിൻ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 10,929 കോടിയുടെ ബൈങ്ങും 15,567 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതായത് 4,638 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവർ മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8,542 കോടിയുടെ ബൈങ്ങും 7,128 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 1,414 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ക്യാഷ് പമ്പ് ചെയ്തു. പക്ഷേ അതിൻ്റെ 1/3 മാത്രമേ പമ്പ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കാര്യമായ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്തായാലും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 3,223 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ്, അല്ലെങ്കിൽ പണം പിൻവലിക്കപ്പെട്ടതായിട്ടാണ് മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ 5 ദിവസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബയേഴ്സ് ആയിരുന്നു, മിനിഞ്ഞാന്ന് ബയേഴ്സ്. അതായത് ഇന്നലെ എന്ന് പറഞ്ഞാൽ 24-ാം തീയതി, 23-ാം തീയതി 739 കോടി നെറ്റ് ബൈയിങ് ആയിരുന്നു അവർ ചെയ്തത്. 22-ാം തീയതിയും ബൈയിങ് ആണ്. 21-ാം തീയതി 1,200 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. അതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സെല്ല് ചെയ്തിട്ടുള്ളത്. എന്നാൽ 18-ാം തീയതി 72 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു 5 ദിവസം നോക്കുകയാണെങ്കിൽ ഏകദേശം ബൈയിങ് ആണ് കൂടുതലും, അല്ലെങ്കിൽ അവർ പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു മാസത്തെ ഡാറ്റയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 15,821 കോടിയുടെ നെറ്റ് സെല്ലിംഗ്, അതായത് അവർ നല്ല രീതിയിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒട്ടും തന്നെ വിട്ടുകൊടുത്തില്ല. 17,741 കോടി രൂപ അവർ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓൾ ടുഗദർ ഈ മാസത്തെ ഒരു പെർഫോമൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നോക്കുകയാണെങ്കിൽ 1,920 കോടി രൂപ മാർക്കറ്റിൽ അവർ നിക്ഷേപം നടത്തുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ മന്ത്ലി വൈസ് നോക്കുകയാണെങ്കിൽ അവർ നെറ്റ് ബയേഴ്സ് ആണ്. സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ ഇൻഡെക്സുകളും എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ്, അല്ലെങ്കിൽ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും
ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കാണ്. 1.51% ആണ് ആ സെക്ടറിൽ ലോസ് ഉണ്ടായിരിക്കുന്നത്. ആരും തന്നെ പച്ചയിൽ ഇന്ന് അവസാനിച്ചിട്ടില്ല. ഇനി ETF നോക്കുകയാണെങ്കിൽ ഓട്ടോബീസാണ് ഇന്ന് കുറച്ചെങ്കിലും നില മെച്ചപ്പെടുത്തിയത്. അതായത് ലോസ് തന്നെയാണ്, ചെറിയ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോബീസാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയിരുന്നത് ഫാർമ ബീസാണ്. 1.35% ഒരു ഫോളാണ് അതിനകത്ത് ഇന്നുണ്ടായത്. ബാക്കി നിഫ്റ്റി ബീസ് നോക്കുകയാണെങ്കിൽ 0.5% ഒരു വീഴ്ചയാണ് ഇന്ന് കണ്ടത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിൻസർവ് ആണ് ഇന്ന് ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2.41% ആണ്. ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഫിനാൻസ്, ONGC, ICICI പ്രൂലി, ഭാരത് എയർടെൽ, SBI ലൈഫ്, ICICI ബാങ്ക്, ദെൻ ആക്സിസ് ബാങ്ക്, ടൈറ്റൻ, ഏഷ്യർ മോട്ടോഴ്സ്, ഇത്രയും കമ്പനികളാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് എംഫസിസ് 2.91% നഷ്ടമാണ് ഇന്ന് വരുത്തി വെച്ചിരിക്കുന്നത്. ട്രെൻഡ്, ഇന്ത്യൻ ഹോട്ടൽസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ജിന്ദാൽ സ്റ്റീൽ, L&T, ഡോക്ടർ റെഡ്ഡി, JSW സ്റ്റീൽ, അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 704 സ്റ്റോക്കുകൾ ഇന്ന് ലാഭം ഉണ്ടാക്കിയപ്പോൾ 1333 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.84 ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ 0.78 ഉണ്ടായിരുന്നത് 0.84 വർദ്ധിച്ചിട്ടുണ്ട്. സ്റ്റിൽ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന ഒരു സ്റ്റാറ്റസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 19,266 സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് 32 പോയിന്റ് താഴെയായിട്ട് 19,233 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ദെൻ ഈ ഒരാഴ്ചത്തെ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിങ് അതിനേക്കാൾ ഒരു 5 ദിവസത്തേക്കാളും താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.87 ഉണ്ടായിരുന്നത് വീണ്ടും കുറഞ്ഞ് 0.83 ആയി മാറിയിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന ഒരു സ്റ്റാറ്റസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 44,231 സ്പോട്ട് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് 61 പോയിന്റ് താഴെയായിട്ട് 44,170 ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലത്തേനേക്കാളും താഴെയാണ്. കൂടാതെ കഴിഞ്ഞ 4 ദിവസത്തേക്കാളും മുകളിലാണ് ഫ്യൂച്ചർ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത് 19,500 1,41,00,000 കോളാണ് ഇതിൽ റൈറ്റ് ചെയ്തിട്ട്. നിയറസ്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് വരാൻ സാധ്യതയുള്ളത് 19,200, റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് കുറച്ച് കോൾസ് റൈറ്റ് ചെയ്തിട്ടുള്ള 1,12,00,000 കോൾസ് റൈറ്റ് ചെയ്തിട്ടുള്ള 19,300 എന്തായാലും 300 കടന്നു പോയി കഴിഞ്ഞാൽ 400 അതേ രീതിയിലുള്ള കോൾ റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. 19,500 നല്ല രീതിയിൽ കോൾ റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. ഇനി താഴോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുക 19,000 മാർക്കറ്റ് എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം. നാളെ മീൻസ് തിങ്കളാഴ്ച. ഇനി ഇന്നത്തെ ടോട്ടൽ പുട്ട് കോൾ നോക്കുകയാണെങ്കിൽ 5,44,00,000 കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 5 കോടി പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. പുട്ട് കോൾ റേഷ്യോ വരുന്നത് 0.9 ആണ്. 19,265 ഇപ്പോൾ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടേത് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കോൾ സൈഡിൽ പുട്ട് സൈഡിലാണ്. 44,000 തന്നെയാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. 30 ലക്ഷം കോൾസ് പുട്ടാണ് ഇതിൽ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെങ്കിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യത 44,500 ഇത് ആസ് പെർ പുട്ട് കോൾ റേഷ്യോ ആണ് ഞാൻ പറയുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഞാൻ ഈ പറയുന്നത്, റെസിസ്റ്റൻസ് സപ്പോർട്ടും. അപ്പോൾ 44,500 നല്ല രീതിയിൽ കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്. 28 ലക്ഷം കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇതിൻ്റെ ഇടയിൽ ഓടിക്കളിക്കും എന്ന് വിചാരിക്കാം. മൊത്തത്തിൽ 1,30,00,000 കോളും 1,25,00,000 പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് PCR 1 ആണ് വന്നിരിക്കുന്നത്. അതായത് ബുള്ളിഷ് ആവുന്നതിന് തൊട്ടടുത്തുള്ള ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്ഥലത്താണ്. എന്നാൽ ഇപ്പോൾ നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി സ്പോട്ട് പ്രൈസ് 44,231 ഇപ്പോൾ. ഫിൻ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ സപ്പോർട്ട് ലെവലിലാണുള്ളത്. 19,600 എന്ന ലെവലിലാണ് ഇതിനകത്ത് പുട്ട് റൈറ്റ് ചെയ്ത് 26 ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ട്. ഇനി റെസിസ്റ്റൻസ് ലെവലിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ 19,800 നല്ല രീതിയിൽ കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്. 26 ലക്ഷം കോളാണ് അതിനകത്ത് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ 1,22,00,000 പുട്ടും 1,22,00,000 കോളും 1,07,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ട് കോൾ റേഷ്യോ 0.9 ആണ് വരുന്നത്. ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് എന്ന രീതിയിൽ പരിഗണിക്കാവുന്നതാണ്. അതേപോലെ ഫിൻ നിഫ്റ്റി ഇപ്പോൾ 19,651 ട്രേഡിങ് നടക്കുന്നത്.
നാളത്തേക്ക് അതായത് തിങ്കളാഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഏതാനും പെന്നി സ്റ്റോക്കുകൾ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഗ്ലോബൽ ഇവൻറ്റ്സും 2 ദിവസം അവധി ഉള്ളത് കൊണ്ട് തന്നെ ഇതുവരെയും അപ്ഡേറ്റ് ആയിട്ടില്ല. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച അഥവാ സെപ്റ്റംബർ 1 വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കാം. APL അപ്പോളോ ട്യൂബ്സ് 5 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അരവിന്ദ് ഫാഷൻസ് 1 രൂപ പെർ ഷെയർ, ബൾഗേറിയ ഇൻഡസ്ട്രീസ് 1 രൂപ പെർ ഷെയർ, DMR ഹൈഡ്രോ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ 11 പൈസ പെർ ഷെയർ, ഫുഡ് ആൻഡ് ഇൻസ് 25 പൈസ പെർ ഷെയർ, ഫുഡ് ആൻഡ് ഇൻസിന്റെ സ്പെഷ്യൽ ഡിവിഡൻഡ് 25 പൈസ വീണ്ടും ഉണ്ട്, മൊത്തത്തിൽ 50 പൈസ പെർ ഷെയർ. ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ 2 രൂപ 40 പൈസ, GN ആക്സിൽസ് 6 രൂപ. GN ആക്സിൽസിന്റെ ബോണസ് കൂടി വരുന്നുണ്ട്. ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു സ്റ്റോക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പരിപാടിയാണ്. ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് 5 രൂപ പെർ ഷെയർ, ഗുജറാത്ത് തെമീസ് ബയോസിൻ ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ, മെട്രോ ബ്രാൻഡ്സ് 1 രൂപ 50 പൈസ ഷെയർ, MPIL കോർപ്പറേഷൻ 1 രൂപ 20 പൈസ പെർ ഷെയർ, NBCC ഇന്ത്യ ലിമിറ്റഡ് 54 പൈസ പെർ ഷെയർ, പട്ടേൽ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് 10 പൈസ പെർ ഷെയർ, പേൾ ഗ്ലോബൽ ഇൻഡസ്ട്രീസ് 5 രൂപ പെർ ഷെയർ, PSP പ്രൊജക്ട്സ് 2.5 രൂപ 2 രൂപ 50 പൈസ, രാംരത്ന വയേഴ്സ് 2 രൂപ 50 പൈസ, റെമേഡിയം ലൈഫ് കെയർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവുകയാണ്. 10 അതായത് 1നെ 2ആക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. ദെൻ ഋഷി രൂപ് ലിമിറ്റഡ് 1 രൂപ 50 പൈസ ഡിവിഡൻഡ്, സെൻസെറ എഞ്ചിനീയറിംഗ് 2 രൂപ 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 44 പൈസ പെർ ഷെയർ ഡിവിഡൻഡ്, SKP ബെയറിംഗ് ഇൻഡസ്ട്രീസ് 1 രൂപ പെർ ഷെയർ, SNL ബെയറിംഗ്സ് 6 രൂപ 50 പൈസ, സൂപ്പർ ശക്തി മെറ്റാലിക്സ് ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ, സുരാജ് പ്രൊഡക്ട്സ് 1 രൂപ 50 പൈസ, സൂര്യാംബ സ്പിന്നിംഗ് 1 രൂപ പെർ ഷെയർ, സിർമ SGS ടെക്നോളജി 1 രൂപ 50 പൈസ പെർ ഷെയർ, തെർമിസ് മെഡിക്കെയർ ഫൈനൽ ഡിവിഡൻഡ് 5 രൂപ, ത്രിവേണി എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് 3 രൂപ 25 പൈസ, ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസസ് 3 രൂപ 50 പൈസ, വിക്രാങ്കി 5 പൈസ പെർ ഷെയർ, വിനാറ്റി ഓർഗാനിക്സ് 7 രൂപ പെർ ഷെയർ. ഇത്രയാണ് അടുത്ത 1-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച വരാനുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ്. ഇനി ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ ലെവൽസിൽ കാര്യമായിട്ട് നിഫ്റ്റിയിലൊന്നും തന്നെ പറയാനില്ല. കാരണം വളരെ ചെറിയ നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്. അതായത് ഇന്നത്തെ R3 സപ്പോർട്ട് 3 S3യിലും ഇന്നത്തെ ഡേ ലോ വരും എന്ന് കരുതിയിരുന്ന ആ ഒരു ലെവലിൻ്റെ അടുക്കും ചെറിയൊരു നാരോ റേഞ്ചിൽ ട്രേഡിങ് നടന്നു പോകുന്നതാണ് കണ്ടത്. ബാങ്ക് നിഫ്റ്റിയിൽ എന്നാൽ ചെറിയ രീതിയിലൊരു ഫോളിന് ശ്രമം നടത്തിയെങ്കിലും കാര്യമായിട്ടൊന്നും വീണില്ല. അതും ഇന്നത്തെ ഡേ ലോയും S3യിലും തന്നെയാണ് കിടന്ന് കളിച്ചത്. പക്ഷേ ഈ ഒരു ഫോള് ചെറിയ രീതിയിൽ ഒരു 100 പോയിന്റിൻ്റെ അടുത്തുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയിരുന്നു. അതാണ് ക്യാഷാക്കി മാറ്റാൻ പറ്റിയത്. ദെൻ ഫിൻ നിഫ്റ്റി ഓൾസോ സെയിം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് S1 നിന്ന് S2ലേക്ക് ആ ഒരു ഡിസ്റ്റൻസ് അപ്പ് ഡൗൺ ഒരു മൂവ്മെൻറ്റ് കിട്ടി. ഇത് S3യിലേക്ക് കിട്ടി. S1 നിന്ന് S2 S3യിലേക്ക് നേരിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടി. അതാണ് ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് കാര്യമായൊരു മൂവ്മെൻറ്റ് ഉണ്ടായത്. ബാക്കി ആഫ്റ്റർനൂൺ സെഷനൊക്കെ വളരെ ശോകമായിരുന്നു. ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ എൻട്രി ആക്ടിവേഷൻ ആവില്ല. ഒരു ബ്രേക്ക് ഔട്ട് വന്നാലാണ് എൻട്രി കിട്ടുക, അതിനകത്ത് ഒന്നും കിട്ടില്ല. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഇന്ന് എക്സ്പയറി ആയിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരു ഗുണമില്ലാത്ത രീതിയിൽ വെറുതെ അവിടെ കിടന്ന് മേഞ്ഞിട്ട് ദിവസം തീർത്തു എന്ന് പറയാം. ഇനി നമുക്ക് ഓവറോൾ മാർക്കറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു സിഗ്നലായിരുന്നു തന്നത്. അത് കണ്ടിന്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇനി എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലെവലിനെ ടെസ്റ്റ് ചെയ്യണം. ഇവിടുന്ന് ഇതൊരു സോണാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ട് സോണാണ്. സോ ഇവിടുന്ന് അധികം ഫോൾ വരാതെ തിരിച്ച് കയറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് കൃത്യമായിട്ടായിരിക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള 2 ലൈൻസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഇതേപോലെയുള്ള ഹെവി ആയിട്ടുള്ള വലിയ ക്യാൻഡിൽസ് വരണം. അങ്ങനെ ക്യാൻഡിൽ വന്നില്ലെങ്കിൽ ചെറിയ ക്യാൻഡിൽസ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് 2 ദിവസം സൈഡ് വേസ് ഒന്നിനെ എൻഗൾഫ് ചെയ്ത് നിന്നിട്ട് പിന്നെ മുകളിലോട്ട് തന്നെ കയറി പോകുകയും കട്ട് ചെയ്ത് താഴെ പോവില്ല. അതാണ് സാധാരണ കണ്ടുവരാറുള്ളത്. എന്തായാലും മാർക്കറ്റിന് ഇനി മറ്റൊന്നും ചെയ്യാനില്ല. പക്ഷേ ഇവിടെ ടെക്നിക്കലിനേക്കാൾ ഇമ്പോർട്ടൻസ് ന്യൂസിന് വരുന്നത് കൊണ്ട് തന്നെ 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും വലിയ ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം തിങ്കളാഴ്ച പ്രീ മാർക്കറ്റ് സെഷനിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രത്തോളം ക്യാഷ് പമ്പ് ചെയ്യുന്നോ അതിനനുസരിച്ച് മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ പോകും. അവർ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ടും പോകും. എന്തായാലും ആസ് പെർ ഈ ഒരു ഇത് പ്രകാരമാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലെവലിനെ ടെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് അടുത്ത ദിവസം. അതായത് ഈ രീതിയിലൊരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുകയാണ് വേണ്ടത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും നമ്മൾ ട്രേഡിംഗ് റേഞ്ചിൻ്റെ പുറത്തേക്ക് പോയിരുന്നു. നമ്മൾ ലെവൽസിൻ്റെ പുറത്തേക്ക് പോയിട്ട് സാധനം തിരിച്ച് അതിനകത്തേക്ക് തന്നെ കയറി വന്നു. ഒരു പുൾ ബാക്ക് എടുത്തു. എന്നിട്ട് ഇന്ന് എന്താ പറയുക
ഫർദർ ഫോൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ താഴോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഇവിടെ നിന്ന് തന്നെ എൻഗൾഫ് ചെയ്ത് ക്യാൻഡിൽസ് വന്നിട്ട് മുകളിലോട്ട് പൊങ്ങി പോകാനാണ് ഒരു 99% സാധ്യത. ആ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് ഇത് കാണിച്ചു തരുന്നത്. എന്തായാലും നാളെ താഴോട്ട് പോകുന്നില്ലെങ്കിൽ ഇതിനെ എൻഗൾഫ് ചെയ്തിട്ടൊരു ക്യാൻഡിലായിരിക്കും നാളെ തിങ്കളാഴ്ച വരാനുള്ളത്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ഇപ്പോൾ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാറ്റേൺ ഇവിടെ വന്നു കഴിഞ്ഞു. ഇതിന് 2 സാധ്യതകളും ഇവിടെ പറയാൻ പറ്റും. ഒന്നുകിൽ ഒരു ബോട്ടം ലെവലിൽ ഒരു ക്യാൻഡിൽ വരാം, അല്ലെങ്കിൽ മുകളിൽ വരാം. ഇത് ഒരു ഫുൾ സ്റ്റോപ്പായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലൈനായിട്ട് അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി ആണ് ഇവിടെ ഉള്ളതെങ്കിൽ, അതായത് ആർക്കും തീരുമാനം എടുക്കാൻ പറ്റില്ല സെല്ല് ചെയ്യണോ ബൈ ചെയ്യണോ എന്ന് തീരുമാനം എടുക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണോ ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, സെല്ലേഴ്സാണ് ആക്റ്റീവായി വരുന്നതെങ്കിൽ അവർ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ വരും. അങ്ങനെയാണെങ്കിൽ ഇൻട്രാഡേ പ്ലെയേഴ്സ് എല്ലാം തന്നെ മാർക്കറ്റിനെ വലിച്ച് താഴെ കൊണ്ടുവരും. ഇനി അതേ സമയത്ത് ഇതിൽ ആരെങ്കിലും ഒരു നല്ല രീതിയിൽ ക്യാഷ് പമ്പ് ചെയ്തിട്ട് മാർക്കറ്റിന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു കഴിഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, നമ്മളൊക്കെ പോയിട്ട് ബൈ ചെയ്യും, അല്ലെങ്കിൽ മാർക്കറ്റിന് ലോങ് പൊസിഷൻ എടുക്കും. അതോടുകൂടി മാർക്കറ്റ് മുകളിലോട്ട് കയറും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയി നിൽക്കുന്നത്. തിങ്കളാഴ്ച നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നിഫ്റ്റിയിൽ പറഞ്ഞ അതേ സംഭവമാണ്. ബെയറിഷ് കണ്ടിന്യൂഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. സോ ഒരു ഫർദർ ഫോൾ തന്നെയാണ് ഇവിടെ വരാനുള്ളത്. ഈ ഒരു സപ്പോർട്ട് ലൈൻ, അതായത് എത്രയാണ് നമ്പർ 64,338 സെൻസെക്സ് ടെസ്റ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ മിഡ് ക്യാപ്പ് ഇപ്പോൾ ബെയറിഷ് ആവുന്നുണ്ട്. അത് ഇന്നലെ അവിടെ കാണിച്ചത് ഒരു ഫുൾ സ്റ്റോപ്പായിരുന്നു. ഇന്നലത്തെ കണ്ടില്ലേ, ഏറ്റവും പീക്കിൽ പോയിട്ട് അവിടെ ഒരു ഡോജി അല്ലെങ്കിൽ ഒരു ആ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ അവിടെ ഇട്ട് തന്നു. ദെൻ ഇന്ന് വലിയ ക്യാൻഡിൽ ബെയറിഷ് മൂവ്മെൻറ്റ് തന്നു. സോ നെക്സ്റ്റ് ഇതിന് ഈ ഒരു ലെവലെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിന് മറ്റൊരു സാധ്യതയുണ്ട് കേട്ടോ, ഇവിടെ നമ്മൾ അത് മറന്നു കളയരുത്. അതായത് ഇതിന് ലോവർ വിക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ 2 ലെഗ് റിവേഴ്സിൽ വരാൻ വളരെയധികം, ഇവിടെ ഇതേ രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ നാളെ ഓപ്പൺ ആയിട്ട് വരികയാണെങ്കിൽ 2 ലെഗ് റിവേഴ്സലായിട്ട് അത് കൺസിഡർ ചെയ്യും. മാർക്കറ്റ് ഫർദർ അപ്പ് മൂവ്മെൻറ്റ് കിട്ടാനും സാധ്യതയുണ്ട് ഇവിടെ. അതുകൊണ്ട് ഒന്നുകിൽ ഇവിടെ താഴെ ഒരു ഇതിൻ്റെ ബെയറിഷ് കണ്ടിന്യൂഷൻ വന്നേക്കാം, അല്ലെങ്കിൽ എൻഗൾഫിങ് വന്നിട്ട് ഭയങ്കര പവറിൽ പിന്നീട് കയറി പോകുന്ന ഭയങ്കര സ്പീഡിലായിരിക്കും. ഇതിനെ എൻഗൾഫ് ചെയ്യുന്ന ഇതേ പവറിലുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വരുന്നത്, ലോവർ വിക്ക് ഇല്ലാത്ത ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് നന്നായിട്ട് കയറിപ്പോകും. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത്. തിങ്കളാഴ്ച നമുക്ക് എക്സ്പയറി കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഇതിനകത്ത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ട സെഗ്മെൻറ്റുകൾ കൂടി നിങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ എന്തായാലും ഒരു CPR ഒരു അനലൈസ് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് CPR, നാരോ CPR, അതേപോലെ വെർജിൻ CPR, ക്രോസ്ഡ് CPR, ഇതിൻ്റെയൊക്കെ ഒരു എങ്ങനെയാണ് അത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുക നാളെ എന്നുള്ള ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രത്തോളം എഫക്റ്റീവ് ആകും, എത്രത്തോളം യൂസ്ഫുൾ ആകും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും അതുപോലെ അത് ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ സാധിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും 2 ദിവസം ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ വീഡിയോന് കാര്യമായൊരു കാഴ്ചക്കാരില്ലായിരുന്നു. എന്തായാലും ഇന്ന് കൂടുതൽ കാഴ്ചക്കാരുണ്ടാകും, കൂടുതൽ പേർക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു ദിവസം പുതിയ ആശയങ്ങളും പുതിയ സ്റ്റോറികളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്. ബൈ.